ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ കായ കറിയാണ്. ഇത് വളരെ രുചിയേറിയ ഒരു വിഭവമാണ്. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ചെമ്മീനാണ്. ചെമ്മീൻ കുറച്ചളവിൽ എടുക്കാം. ചെമ്മീൻ എങ്ങനെ നന്നാക്കണം എന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒരു ചെമ്മീൻ എടുത്ത് തലയുടെ തോൽഭാഗവും വാലിൻ്റെ തോൽഭാഗവും കളയുക. പിന്നെ നടുവിലത്തെ തോൽഭാഗവും കളയുക. അപ്പോൾ ഇതാണ് നമ്മുടെ നന്നാക്കിയെടുത്ത ചെമ്മീൻ. ഇനി കുറച്ച് കല്ലുപ്പ് അതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലെ അഴുക്കെല്ലാം പോകുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി അതിലേക്ക് വെള്ളമൊഴിച്ച് നല്ലതുപോലെ കഴുകിയെടുക്കാം. ഇനി കഴുകിയെടുത്ത ചെമ്മീൻ നമ്മൾ ഒരു ചട്ടിയിലേക്ക് ഇടും. അതിലേക്ക് നമുക്ക് കുറച്ച് കുടംപുളി, ഒരു 2-3 കുടംപുളി, നമുക്ക് എന്തോരം പുളി വേണോ അതനുസരിച്ചുള്ള കുടംപുളിയാണ് നമ്മൾ ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. 2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. കുറച്ച് കല്ലുപ്പും കൂടെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം. ഈ ചെമ്മീൻ ആവശ്യമായ ഉപ്പാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. കല്ലുപ്പ് എടുക്കുന്നതാണ് ഉത്തമം. എന്നിട്ട് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി മസാലയെല്ലാം പിടിച്ച ചെമ്മീൻ നമ്മൾ വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഈ ചെമ്മീനെല്ലാം ഇടും. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചട്ടിയിലെ മസാലയും കൂടെ ഫുള്ളായിട്ട് കിട്ടാനായിട്ട് നമുക്ക് ആ ചട്ടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ കുക്കറിലേക്ക് ആ വെള്ളം ഒഴിക്കുന്നത് ഉത്തമമാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ചതച്ച ഇഞ്ചി ആഡ് ചെയ്യുക. നീളത്തിൽ നുറുക്കിയ പച്ചമുളകും ആഡ് ചെയ്യണം. വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്യുന്നത് നല്ലതാണ്. എല്ലാവരും നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം. 2 വിസിലാണ് ചെമ്മീൻ്റെ വേവിൻ്റെ അളവ്. അപ്പോൾ നമുക്ക് വിസിലടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. രണ്ട് വിസിലടിച്ചു കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ എയർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എയർ പോയി കഴിഞ്ഞാൽ കുക്കർ തുറക്കുക. നമുക്ക് കാണാം ചെമ്മീനെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചെമ്മീൻ നേരത്തെ നമ്മൾ എടുത്ത ചട്ടിയിലേക്ക് മാറ്റാം. ഇനി അടുത്ത് നമ്മൾ വേവിക്കാൻ പോകുന്നത് കായയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെമ്മീനെടുത്ത ആ വെള്ളം തന്നെ കൂടുതലുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് കായ വേവിക്കാനായിട്ട് വെള്ളം എടുക്കാം. അപ്പോൾ നമ്മൾ ആ വെള്ളം കുറച്ച് നമ്മൾ കുക്കറിലേക്ക് ആഡ് ചെയ്യും. ഇനി നമ്മൾ അതിനകത്തേക്ക് കായ ആഡ് ചെയ്യും. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള കായ എടുക്കാം. കൂടുതൽ കായ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ എടുക്കാം. കായ താല്പര്യമില്ലാത്തവർക്ക് കുറച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നേന്ത്രക്കായ ചെറുതായി നുറുക്കി അരിഞ്ഞത് നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇടും. കായയ്ക്ക് ആവശ്യമായ കല്ലുപ്പ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കായ വേവിക്കാൻ പോവുകയാണ്. കുക്കർ അടച്ച് നമ്മൾ സ്റ്റൗബിൽ വെച്ച് സ്റ്റൗ കത്തിക്കുന്നു. അപ്പോൾ 2 വിസിലാണ് കായയുടെയും വേവിൻ്റെ അളവ്. അപ്പോൾ നമുക്ക് 2 വിസിൽ അടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. രണ്ട് വിസിലടിച്ചു കഴിഞ്ഞാൽ സ്റ്റൗ നിർത്തുക.
നമ്മൾ എന്നിട്ട് അതിൻ്റെ എയർ പോകാനായിട്ട് വെയിറ്റ് ചെയ്യും. എയർ പോയതിന് ശേഷം നമ്മൾ കുക്കർ തുറക്കുന്നു. അപ്പോൾ നമുക്ക് കാണാം കായയെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഈ കായ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചെമ്മീനിലേക്ക് നമ്മൾ ഇടുന്നു. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യും. ഇനി നമുക്ക് കുറച്ച് മസാലകൾ ഈ ചെമ്മീൻ കായയിലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ മസാലകളൊക്കെ വറുത്തെടുക്കാം. ഏറ്റവും ആദ്യം വേണ്ടത് മല്ലിപ്പൊടി ഒരു 3 ടീസ്പൂൺ എടുക്കാം. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ എടുക്കാം. അതുപോലെ മുളക് പൊടിയും വേണം. മുളക് പൊടിയും നമ്മൾ 2 ടീസ്പൂൺ എടുക്കും. അതോടൊപ്പം തന്നെ കുറച്ച് ഉലുവാപ്പൊടിയും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം. ഉലുവാപ്പൊടി 1 സ്പൂൺ ഇട്ടാൽ മതിയാകും. എന്നിട്ട് എല്ലാനും നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഓണാക്കി വറുത്തെടുക്കുക. ഒരു ബ്രൗണിഷ് കളറാണ് ഇതിൻ്റെ വറവിൻ്റെ അളവ് വരുന്നത്. അപ്പോൾ ഒരു ബ്രൗണിഷ് കളർ വരുന്നത് വരെ നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. ബ്രൗണിഷ് കളറായാൽ സ്റ്റൗ നിർത്തി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചെമ്മീൻ കായ കൂട്ടിലേക്ക് ഈ മസാല ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ചെമ്മീൻ കായ ഒന്നും കൂടെ നല്ലതുപോലെ ഇളക്കി കൊടുക്കും. എപ്പോഴും ശ്രദ്ധിക്കണം, നമുക്ക് ആവശ്യമുള്ള മസാല മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഒത്തിരിയും ആഡ് ചെയ്യരുത്, എന്നാൽ തീരെ കുറഞ്ഞു പോകാനും പാടില്ല. നമുക്ക് നമ്മുടെ രുചിക്ക് ആവശ്യമായ അത്രയും അളവിൽ ഈ വറുത്ത മസാല ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ്. മസാല ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അടുത്തതായി വേണ്ടത് കുറച്ച് തേങ്ങാപ്പാലാണ്. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുവാൻ ആവശ്യമായ തേങ്ങ ചിരകി എടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 മുറി തേങ്ങയാണ്. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് തേങ്ങാപ്പാൽ എടുക്കേണ്ടത് എന്നതാണ്. ആദ്യം തന്നെ നമ്മൾ ചിരകി വെച്ച തേങ്ങ മിക്സിയിലേക്ക് ആഡ് ചെയ്യും. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കും. ഈ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു 1/4 ഭാഗം എന്നതാണ്. അതായത് തേങ്ങ ഫുള്ളായിട്ട് മുങ്ങി കിടക്കേണ്ട ആവശ്യമില്ല. തേങ്ങയുടെ 1/4 ഭാഗം അളവിൽ വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മൾ മിക്സിയിൽ അത് അരച്ചെടുക്കും. ഇപ്പോൾ അരച്ച അരപ്പ് എന്നിട്ട് നമ്മൾ ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് പാല് അതിൽ നിന്ന് അരിച്ചെടുക്കും. അരിപ്പയിലുള്ള കൊറ്റനിൽ പാലുണ്ടാകും. അതുകൊണ്ട് ആ കൊറ്റനും നമ്മൾ പിഴിഞ്ഞെടുക്കണം. ഈ കാണുന്ന വിധത്തിൽ കൈകൊണ്ട് പിഴിഞ്ഞെടുക്കുക. ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്നതാണ് തേങ്ങയുടെ 1/4 പാല്. നമ്മളത് ഒരു കപ്പിലേക്ക് ഒഴിച്ചിട്ട് മാറ്റി വയ്ക്കും. ഏറ്റവും അവസാനമാണ് നമുക്ക് 1/4 പാല് ആവശ്യമായി വരിക. വീണ്ടും നമുക്ക് ആ തേങ്ങയുടെ കൊറ്റയിൽ നിന്നും പാലെടുക്കാൻ പറ്റും. ഇനി എടുക്കുന്ന പാലുകളൊക്കെ 2-ാം പാലും 3-ാം പാലും എന്നൊക്കെയാണ് പറയുക. അപ്പോൾ വീണ്ടും നമ്മൾ ആ തേങ്ങയുടെ കൊറ്റയിലേക്ക് വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മൾ കൈകൊണ്ട് പിഴിഞ്ഞെടുക്കും. എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്കിതുപോലെ വെള്ളമൊഴിച്ച് തേങ്ങയുടെ കൊറ്റയിൽ നിന്നും പാൽ പിഴിഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമായ തേങ്ങാപ്പാൽ നമുക്ക് ഈ തേങ്ങാക്കൊറ്റനിൽ നിന്നും കൈകൊണ്ട് പിഴിഞ്ഞെടുക്കാവുന്നതാണ്. 2-ാം പാലും 3-ാം പാലും ഒക്കെ നമുക്ക് നേരിട്ട് ആ ചെമ്മീൻ കായ മിക്സിയിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. രണ്ടാം പാലും 3-ാം പാലും ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി നമ്മളിത് വേവിക്കാൻ പോവുകയാണ്. ഹൈ ഫ്ലെയിമിൽ നമുക്കിത് വേവിച്ചെടുക്കാം. കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ലതുപോലെ തിളയ്ക്കും. അതോടൊപ്പം ഇതിൻ്റെ ചാറ് കുറച്ചെടുത്ത് ടേസ്റ്റ് നോക്കുക. അതായത് ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് കല്ലുപ്പോ പൊടിയുപ്പോ ആഡ് ചെയ്യാവുന്നതാണ്. ഇതാ കറി നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്.
ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ തിളപ്പിച്ചുകൊണ്ടിരിക്കണം. കാരണം എന്നാലാണ് ആ മസാലയെല്ലാം ചെമ്മീനിലും കായയിലുമൊക്കെ നന്നായി പിടിക്കുകയുള്ളൂ. അഞ്ച് മിനിറ്റോളം ഇങ്ങനെ തിളപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒന്നാം പാൽ ഇതിലേക്ക് ഒഴിക്കുക. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതിയാകും. അതായത് നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കും. അപ്പോൾ 1 മിനിറ്റോ 2 മിനിറ്റോ അത്രയും നേരം മാത്രമേ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ കറി തിളപ്പിക്കാൻ പാടുള്ളൂ. ഒത്തിരി നേരം തിളപ്പിച്ച് കഴിഞ്ഞാൽ പാൽ പിരിയുവാൻ സാധ്യതയുണ്ട്. അതുപോലെ കറി നല്ലതുപോലെ കട്ട പിടിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം 1 മിനിറ്റോ 2 മിനിറ്റോ മാത്രം തിളപ്പിക്കുക. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യണം. സ്റ്റൗ ഓഫ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ കറി മൂടി വയ്ക്കാം. ഇനി നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്നത് കുറച്ച് ചുവന്നുള്ളിയെല്ലാം ഈ കറിയിലേക്ക് കാച്ചി ഒഴിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് ചുവന്നുള്ളി നീളത്തിൽ അരിഞ്ഞെടുക്കാം. സ്റ്റൗ ഓണാക്കി ചട്ടി അതിമോൾ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുക. നമ്മൾ എന്തോരം ചുവന്നുള്ളി എടുത്തോ അതിനനുസരിച്ചുള്ള വെളിച്ചെണ്ണയാണ്, ആ വെളിച്ചെണ്ണയുടെ അളവാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ആ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ച ചുവന്നുള്ളി അതിലേക്ക് ഇടാവുന്നതാണ്. ചുവന്നുള്ളി നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് കഴുകി വെച്ച കുറച്ച് വേപ്പില ഇടുക. വേപ്പിലയും ചുവന്നുള്ളിയും നല്ലതുപോലെ വഴറ്റുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മളിങ്ങനെ ചുവന്നുള്ളിയും വേപ്പിലയും വഴറ്റിക്കൊണ്ടിരിക്കണം. ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് നമ്മൾ നേരത്തെ വച്ചിരിക്കുന്ന കറിയിലേക്ക് താളിച്ചൊഴിക്കുക. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് മുകളിൽ പരത്തി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചെമ്മീൻ കായ കറി റെഡി ആയിട്ടുണ്ട്. വളരെ രുചിയാണ് ഈ കറി. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതോടൊപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.